കണ്ണൂരിൽ CPM-നെ നയിക്കാൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി എത്തുകയാണ്. നിലവിൽ സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആ സ്ഥാനത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി KK രാഗേഷ് എത്തുന്നതും ഇതേ പദവിയിൽ നിന്ന് തന്നെ. പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആധിപത്യം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി തന്നെയാണ് രാഗേഷിന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതെന്നാണ് വിവരം. M പ്രകാശൻ, TV രാജേഷ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി രാഗേഷിന്റെ പേര് നിർദ്ദേശിച്ചതോടെ മറ്റു പേരുകൾ ഉയർന്നില്ല. 2019 MV ജയരാജൻ ജില്ലാ സെക്രട്ടറിയായത്. P ജയരാജനെ മാറ്റിയായിരുന്നു MV ജയരാജന്റെ വരവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P ജയരാജൻ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന MV ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തി. P ജയരാജൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചുവരാനായില്ല. പിന്നീട് 2021 ജില്ലാ സമ്മേളനത്തിലും 2025 സമ്മേളനത്തിലും MV ജയരാജനെ തന്നെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് MV ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നത്. KK രാഗേഷ് ജില്ലാ സെക്രട്ടറിയാകുന്നതോടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇനി ആരാകുമെന്നതാണ് ശ്രദ്ധേയം. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി രാഗേഷ് എത്തുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് KK രാഗേഷ്. കിസാൻ സഭ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയാണ്. ഡൽഹിയിൽ കർഷക സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.